പാർട്ടി നിർബന്ധിക്കുകയാണ്, പാർട്ടി ആവശ്യപ്പെടുകയാണ്, പാർട്ടി കരുതുകയാണ് ഡോക്ടർ മറിയ ഉമ്മൻ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന്, അങ്ങനെ ഒരു ക്ഷണമുണ്ടായാൽ നിരസിക്കാനാണോ തീരുമാനം? ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഇപ്പം നമ്മൾ അതിന് ഉത്തരം പറയേണ്ട ഒരു സിറ്റുവേഷനിലല്ല ഉള്ളത്. ഇതൊരു വെറും ഒരു ഇമാജിനറി ക്വസ്റ്റ്യൻ മാത്രമാണ്. മനസ്സിലാക്കുന്നു. അതായത് ഇതൊരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്. ഞാൻ ചോദിച്ച ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ തന്നെ കാണാം. പക്ഷേ ഈ ഇമാജിനറി സിറ്റുവേഷൻ റിയാലിറ്റിയിലേക്ക് വരാൻ ഒരു ദിവസത്തെയോ ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകളുടെ മാത്രം അകലത്തിലായിരിക്കും ഇതൊക്കെ കിടക്കുന്നത്. കാരണം പാർട്ടിയുടെ തീരുമാനമുണ്ടാകാം, പാർട്ടി നേതാക്കൾ താങ്കളെ വിളിച്ച് ഈ കാര്യങ്ങൾ അന്വേഷിച്ചേക്കാം, ഒരു നിമിഷം കൊണ്ട് ഇതൊക്കെ ചിലപ്പോൾ യാഥാർത്ഥ്യമായി മാറിയേക്കാം. അപ്പോൾ തയ്യാറായി നിൽക്കുന്നൊരു മനസ്സ് നമുക്ക് വേണ്ടേ? അങ്ങനെ ഒരു മനസ്സ് ഡോക്ടർ മറിയയ്ക്കുണ്ടോ? തൽക്കാലം ഞാൻ ഇങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ പാർട്ടി അങ്ങനെ പറഞ്ഞ് ഇങ്ങോട്ട് വരാനിരിക്കുകയാണെങ്കിൽ അപ്പം നിങ്ങളോട് പ്രതികരണം, അപ്പം തന്നെ നിങ്ങളെ ഗോപികൃഷ്ണനെ ആദ്യം വിളിക്കാം. ഇപ്പം അത് പറയാനായിട്ട് ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. അല്ല, അതൊരു ഭംഗിവാക്കായിട്ട് പറഞ്ഞാണോ, അതോ സ്ഥാനാർത്ഥിത്വം ലഭിക്കുമ്പോൾ ആദ്യം തന്നെ വിളിച്ചറിയിക്കും? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അതിനെ അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞത് ആ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പം അതൊരു ഇമാജിനറി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഡോക്ടർ മറിയ, ഞാൻ ഇങ്ങനെ മനസ്സിലാക്കട്ടെ. അതായത് നിലവിൽ ഇപ്പോൾ താങ്കൾ തൊഴിലിടത്തിൽ തിരക്കിലാണ്. സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ കഴിഞ്ഞ 15 വർഷമായുണ്ട്. അത് കൂടുതൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ അപ്പയുടെ അനുസ്മരണ യോഗങ്ങളിൽ, അപ്പയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു പരിപാടികളിലൊക്കെ, ചടങ്ങുകളിലൊക്കെ ക്ഷണിക്കപ്പെട്ട അതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. ഇതിലെല്ലാം തൃപ്തയായി മുന്നോട്ട് പോകുന്നു. മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ബാക്കി വരുന്ന വാർത്തകളൊക്കെ ഈ ദുഷ്ടലാക്കോടുകൂടിയോ അല്ലെങ്കിൽ ദുർവ്യാഖ്യാനങ്ങളായോ പ്രചരിക്കപ്പെടുന്നതാണ് അല്ലേ? അതിനെ ഞാൻ പറഞ്ഞല്ലേ, എല്ലാം അങ്ങനെ പറയുന്നത് എല്ലാം ദുഷ്ടലാക്കോട് കൂടി ചെയ്ത് അത് എനിക്കതിനെ പറ്റി അറിയത്തില്ല. ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്, പക്ഷെ അതെല്ലാം ദുഷ്ടലാക്കോട് കൂടിയാണോ എന്ന് പറയാൻ എനിക്ക് സാധിക്കത്തില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ വാർത്തകൾ, ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയത്തുമില്ല. ഞാൻ ഇങ്ങനെ പോകാനാണ് തൽക്കാലം ആഗ്രഹിക്കുന്നത് എന്ന് മാത്രമേ ഞാൻ ക്ലിയർ ആക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം വാർത്തകളാണ്. ആ വാർത്തകൾ പക്ഷെ അതെല്ലാം ദുഷ്ടലാക്കോടെയാണ് എന്ന് പറഞ്ഞ് അതിനൊരു വേറൊരു കളർ കൊണ്ടുവരരുത്. ബിക്കോസ് അത് അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം ദുഷ്ടലാക്കോടെയാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും?